ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെ വെറ്ററിനറി സയൻസിനകത്തു നിന്ന് ഒരു ടോപ്പിക് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം എന്താണ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ഓഫ് അബറ്റോയർ എന്ന് പറയുന്നുള്ള ടോപ്പിക്കാണ്. ഈ അബറ്റോയർ എന്ന് വെച്ചാൽ എന്താണ്? ശരിക്കും നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കശാപ്പുശാല എന്ന് പറയാം, അല്ലെങ്കിൽ സ്ലോട്ടർ ഹൗസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതിനെയാണ് നമ്മൾ അബറ്റോയർ എന്ന വേർഡ് കൊണ്ട് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അബറ്റോയർ ഈസ് എ പ്ലേസ് വേർ ആനിമൽസ് ആർ സ്ലോട്ടേഡ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അബറ്റോയർ എന്ന് പറയുമ്പോൾ ഇവിടെ ആനിമൽസിനെ നമ്മൾ സ്ലോട്ടർ ചെയ്യുന്നുണ്ട് അല്ലേ? അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ആനിമൽസിനെ സ്ലോട്ടർ ചെയ്യുകയാണെങ്കിൽ അല്ലേ, ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ട് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അബറ്റോയർ എന്ന് പറയുക. നോൺ ഹ്യൂമൻ കൺസംഷൻ ആണെങ്കിൽ അത് അബറ്റോയർ ആയിട്ട് വരില്ല. ഓക്കെ, അബറ്റോയർ ആണെങ്കിൽ എന്താണ്? ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ട് നമ്മൾ ആനിമൽസിനെ സ്ലോട്ടർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അബറ്റോയർ എന്ന് പറയുന്ന ടേം മനസ്സിലാക്കി വെക്കുക. ആനിമൽസിന് നമ്മൾ ഹ്യൂമൻ കൺസംഷന് വേണ്ടി എന്ത് ചെയ്യുന്നു? സ്ലോട്ടർ ചെയ്യുന്നു. ഈ അബറ്റോയറിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എന്താണ്? ഒന്ന് ബേസ്ഡ് ഓൺ സൈസിൻ്റെ കേസിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? കശാപ്പശാലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ടാണ് അത് നമ്മൾ എന്താണ് മൈൻഡിൽ വെക്കുക. അബറ്റോയർ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ടാണ്. ഇനി ബേസ്ഡ് ഓൺ സൈസിൽ നമ്മുടെ അബറ്റോയറിന് നമുക്ക് സ്മോൾ ഉണ്ട് അല്ലേ? സ്മോൾ സൈസ് എന്ന് പറയുമ്പോൾ സ്മോളും ബിഗും പിന്നെ ഒരു മീഡിയം ഉണ്ടാവും അല്ലേ? സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്, ബിഗ് ഉണ്ട്. ഈ സ്മോൾ എന്ന് പറയുമ്പോൾ ഒരു 1 to 2 ഏക്കേഴ്സിലായിരിക്കും ഇതിൻ്റെ ഏരിയ വരിക. പിന്നെ മീഡിയം ആകുമ്പോഴോ 2 to 4 വരും. ബിഗ് ആകുമ്പോഴോ 4 to 6 വരും. മനസ്സിലായല്ലോ? എന്താണ് 1 to 2, 2 to 4, 4 to 6 അതാണ് എന്ത്? മീഡിയവും സ്മോളും ബിഗിലും വരുന്നുള്ളത്. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. 1 to 2 ഏക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഏതാണ്? സ്മോളാണ്. അതിനകത്ത് 30,000 ആണ് കേട്ടോ. 30,000 യൂണിറ്റ്സ് ഒരു ഇയറിനകത്ത്. ഈ യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ പറഞ്ഞുതരാം, അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയാം. അതായത് ഒരു പശു, ഒരു യൂണിറ്റ് എന്ന് വെച്ചാൽ ഒരു പശു, അല്ലെങ്കിൽ എന്താണ് 2 പിഗ്, അതുപോലെ തന്നെ 3 പശുക്കിടാവ്, അങ്ങനെയാണ് ഒരു യൂണിറ്റ് വരിക. അത് നമുക്ക് ഇത് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്തായിട്ട് ഞാൻ യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ സ്മോൾ എന്ന് വെച്ചാൽ എന്തായിരുന്നു? സ്മോൾ അബറ്റോയർ എന്ന് വെച്ചാൽ 1 to 2 ഏക്കേഴ്സിലുണ്ടാവുക. 30,000 യൂണിറ്റ്സ് ഒരു ഇയറിനകത്ത് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? എന്താണ്? പ്രോസസ്സ് ചെയ്യണം. അതാണ് നമ്മൾ യൂണിറ്റ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ. ഇനി മീഡിയം യൂണിറ്റ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ 50K യൂണിറ്റ്സ് ആണ് ഒരു ഇയറിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ടത്. 50K യൂണിറ്റ്സ് പെർ ഇയർ. ഇനി ബിഗ് ആണെങ്കിലോ 1 lakh ആണ്. എന്താണ്? 1 lakh യൂണിറ്റ്സ് ആണ് നമ്മൾ ഒരു ഇയറിനകത്ത് എന്ത് ചെയ്യേണ്ടത്? പ്രോസസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ബേസ്ഡ് ഓൺ സൈസ് ആണെങ്കിൽ സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്, ബിഗ് ഉണ്ട്. അത് ഏരിയൻ്റെ കേസിലാണെങ്കിൽ 1 to 2 ഏക്കേഴ്സും 2 to 4ഉം 4 to 6ഉം ആണ്. ഇനി അത് യൂണിറ്റ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ 30,000 യൂണിറ്റ്സ് ഒരു ഇയറിൽ നമ്മൾ സ്മോളിനകത്ത് പ്രോസസ്സ് ചെയ്യണം. ഇനി അതുപോലെ തന്നെ മീഡിയത്തിൻ്റെ കേസാണെങ്കിൽ നമ്മൾ എത്ര പ്രോസസ്സ് ചെയ്യണം? 50K പ്രോസസ്സ് ചെയ്യണം. ഇനി നമ്മുടെ ബിഗ് ആണെങ്കിൽ 1 lakh യൂണിറ്റ്സ് നമ്മളവിടെ എന്താണ്? പ്രോസസ്സ് ചെയ്യണം. എത്രയാണ്? ഒരു ഇയറിനകത്ത്. അപ്പോൾ അത് ബേസ്ഡ് ഓൺ സൈസ് ആയിരുന്നു. ഇനി ബേസ്ഡ് ഓൺ ഓണർഷിപ്പിനെ നമ്മൾ ബേസിസിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യുമ്പോൾ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഗവൺമെൻറ്, പിന്നെ ഒന്ന് പ്രൈവറ്റ് അല്ലേ? ഒന്ന് ഗവൺമെൻറ്, പിന്നെ ഒന്ന് പ്രൈവറ്റ്. മൂന്നാമത്തത് ഏതായിരിക്കും? കോപ്പറേറ്റീവ്. ഓക്കെ, അപ്പോൾ 3 ടൈപ്സ് ആണ് ബേസ്ഡ് ഓൺ ഓണർഷിപ്പ് ഉള്ളത്. ഏതൊക്കെയാണ്? ഗവൺമെൻറ്, പ്രൈവറ്റ്, കോപ്പറേറ്റീവ്. ഇനി അപ്പോൾ ഒരു കാര്യം നമ്മൾ എന്താ വിട്ടെ? യൂണിറ്റിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിവിടെ എഴുതാം കേട്ടോ. യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു യൂണിറ്റ് നമ്മളിപ്പോൾ നേരത്തെ എത്ര പറഞ്ഞാൽ 30,000 യൂണിറ്റ് ആണ് ഒരു വർഷത്തിലെങ്കിൽ അതെന്താണ്? സ്മോളാണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു കൗവാണ്. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൗവാണ്. ഇനി ഈ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2 പിഗ്ഗാണ്. ഞാൻ നേരത്തെ 2 പിഗ്ഗാണ് പറഞ്ഞത് അല്ലേ? 2 പിഗ്. അതുപോലെ തന്നെ 3 കാവ്സ്, കിടാവ്. അതുപോലെ തന്നെ ഒരു ഷീപ്പോ ഗോട്ടോ ആണെങ്കിൽ 5 വരും. 5 ഷീപ്പോ ഗോട്ടോ ആണെങ്കിൽ ഒരു യൂണിറ്റ് വരും. മനസ്സിലായല്ലോ? അങ്ങനെ 30 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 30 കൗ. അതുപോലെ തന്നെ 30 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 15 അല്ലേ? ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2 പിഗ്സ്. അപ്പോൾ 15,000 പിഗ്സ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഏതിൻ്റെ ക്ലാസിഫിക്കേഷനകത്ത് വരുന്നുള്ളത്? നമ്മുടെ സൈസിൻ്റെയും ഓണർഷിപ്പിൻ്റെയും. ഇനി നമുക്ക് ടോട്ടൽ നമ്മുടെ കേരളക്കകത്ത് എത്ര സ്ലോട്ടർ ഹൗസ് ഉണ്ടെന്ന് നോക്കാം. ടോട്ടൽ 74 സ്ലോട്ടർ ഹൗസ് ആണുള്ളത് കേട്ടോ. ടോട്ടൽ 74 സ്ലോട്ടർ ഹൗസ് ആണുള്ളത്. അതിനകത്ത് 59 എണ്ണം ഫങ്ഷണലാണ്, 2 എണ്ണം അണ്ടർ കൺസ്ട്രക്ഷനാണ്. 61 ആയില്ലേ? 13 എണ്ണം എത്രയാണ്? നോൺ ഫങ്ഷണലാണ്.
മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ അബട്ടോയർ എന്ന് വെച്ചാൽ എന്താണെന്നായിരുന്നു പറഞ്ഞു വന്നത്. അബട്ടോയർ എന്ന് വെച്ചാൽ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? കശാപ്പ് ശാല എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ട് നമ്മൾ ഓർഗാനിസത്തിനെ സ്ലോട്ടർ ചെയ്യുന്ന സ്ഥലത്തെയാണ് നമ്മൾ അബട്ടോയർ എന്ന് പറയുക. ഈ അബട്ടോയറിനെ നമുക്ക് ബേസ്ഡ് ഓൺ സൈസിൽ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സ്മോളും മീഡിയവും ബിഗും. സ്മോൾ എന്ന് പറഞ്ഞാൽ 1 to 2 acres ആണ്. മീഡിയം എന്ന് പറഞ്ഞാൽ 2 to 4 acres ആണ്. ബിഗ് എന്ന് പറഞ്ഞാൽ 4 to 6 acres ആണ്. ഇനി അതിനെ തന്നെ നമ്മൾ യൂണിറ്റ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ 30K യൂണിറ്റ്സ് സ്മോളും 50K യൂണിറ്റ്സ് മീഡിയവും 1 lakh യൂണിറ്റ്സ് പെർ ഇയറിൽ കേട്ടോ. എന്താണത്? ബിഗും. ഇനി യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു യൂണിറ്റ് എന്ന് വെച്ചാൽ ഒരു കൗ. അതുപോലെ തന്നെ 2 പിഗ് ആയിരിക്കും. ഒരു കൗവിൻ്റെ കേസിലാണെങ്കിൽ ഒരു കൗ. ഓക്കെ, ഇത് എല്ലാം കൂടിയാൽ ഒരു യൂണിറ്റ് എന്നല്ല കേട്ടോ അർത്ഥം. ഒരു യൂണിറ്റ് എന്ന് വെച്ചാൽ കൗവിൻ്റെ കേസാണെങ്കിൽ ഒരു കൗ വരാം. ഇനി നമ്മൾ പിഗിൻ്റെ ആണെങ്കിൽ, പിഗിൻ്റെ സ്ലോട്ടർ ഹൗസ് ആണെങ്കിൽ 2 പിഗ് വരണം. ഇനി കാബ്സ് ആണെങ്കിൽ 3 വരണം. അല്ല, ഇനി ഷീപ്പോ ഗോട്ടോ മറ്റോ ഒക്കെ ആണെങ്കിൽ 5 വരണം. 5 കേട്ടോ ഒരു യൂണിറ്റായി കൺസിഡർ ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞത് ഓണർഷിപ്പിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. അത് ഏതൊക്കെ ഉണ്ട്? ഗവൺമെൻറ് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, കോപ്പറേറ്റീവ്സ് ഉണ്ട്. ഗവൺമെൻറ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും അതിൻ്റെ ഓണേഴ്സ് വരിക. പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് പീപ്പിൾ ആയിരിക്കും. ഇനി കോപ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ ഒന്നോ അതിൽ കൂടുതൽ ആൾക്കാർ കൂടി ചേർന്നിട്ട്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസോ അവരൊക്കെ കൂടി ചേർന്നിട്ട് കോപ്പറേഷൻ അല്ലേ, അതാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, 74 ഉണ്ട് ടോട്ടൽ കേരളത്തിൽ സ്ലോട്ടർ ഹൗസ് 74 ഉണ്ട്. അതിനകത്ത് 2 അണ്ടർ കൺസ്ട്രക്ഷനാണ്. 59 മാത്രമേ ഫങ്ഷണലായിട്ടുള്ളൂ. അതിനകത്ത് 13 നോൺ ഫങ്ഷണലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെറിയൊരു ഇൻട്രൊഡക്ഷനായിട്ട് അബട്ടോയറിൻ്റെ കേസിൽ പറയാനുള്ളത്. അതിൻ്റെ ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ എത്രത്തോളം നമ്മുടെ കേരളത്തിനകത്ത് ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞില്ലേ സ്ലോട്ടർ ഹൗസ് എന്ന് പറഞ്ഞു. അതിന് സ്മോൾ ബിഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു സ്ലോട്ടർ ഹൗസ് തുടങ്ങണമെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ ഏരിയ സെലക്ട് ചെയ്യണം അല്ലേ. ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഏരിയ സെലക്ട് ചെയ്യണം. അപ്പോൾ ഏരിയ സെലക്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ സൈറ്റ് സെലക്ട് ചെയ്യണം എന്ന് പറയണം കേട്ടോ, ഏരിയ അല്ല. എന്ത് സെലക്ട് ചെയ്യുക? സൈറ്റ് സെലക്ഷൻ. അപ്പോൾ സൈറ്റ് സെലക്ഷന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ടാവുമല്ലോ അല്ലേ. സൈറ്റ് സെലക്ഷന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ അങ്ങനെ കമ്പൽസറി ആയിട്ട് പറയുന്നില്ല, എങ്കിലും നമ്മൾ നോക്കേണ്ടിയിരിക്കുന്ന കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അതിനകത്ത് ഒന്നാണ് ഡിസ്റ്റൻസ് ഫ്രം അതർ ബിൽഡിങ്സ്. എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം അതർ ബിൽഡിങ്സ്. അതായത് നമ്മളൊരു റെസിഡൻഷ്യൽ ഏരിയയിലോ അങ്ങനെയൊന്നും പോയി നമ്മളെന്ത് പണിയൂല, ഒരു സ്ലോട്ടർ ഹൗസ് പണിയൂല. എന്തുകൊണ്ടാണ്? ഒന്ന്, നമ്മുടെ അതിനകത്തുള്ള ഓർഗാനിസത്തിന്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതാണോ, കൗവാണോ പിഗാണോ അല്ലെങ്കിൽ ഗോട്ടാണോ, അവർക്ക് എന്താണ് പുറത്തുള്ള എക്സ്റ്റേണൽ നോയ്സ് ഒന്നും അവർക്ക് അധികം താങ്ങാനാവില്ല. ഈ ഓർഗാൻസൊക്കെ സൗണ്ടിനോട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അതൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ അവിടെയുള്ള സൗണ്ടും അവിടെയുള്ള സ്മെല്ലും കാര്യങ്ങളൊന്നും റെസിഡൻഷ്യൽ ഏരിയയിലാണെങ്കിൽ നമുക്കും താങ്ങാനാവില്ല. അതൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയ, അതുപോലെ തന്നെ നമ്മൾ റിലീജിയസ് ഏരിയാസ് ഉണ്ടാവും അല്ലെ, നമ്മളിപ്പോൾ നമ്മുടെ ചർച്ച്, പള്ളി, അതുപോലെ തന്നെ അമ്പലങ്ങൾ, അതിനടുത്തൊന്നും നമ്മൾ സ്ലോട്ടർ ഹൗസ് വെക്കാൻ പാടില്ല. പിന്നെ ഇൻഡസ്ട്രീസിൻ്റെ അടുത്തൊന്നും നമ്മൾ വെക്കാൻ പാടില്ല കേട്ടോ. ഇൻഡസ്ട്രീസിൻ്റെ ചിലപ്പോൾ അവരുടെ ഡസ്റ്റ്, അല്ലെങ്കിൽ അവരുടെ നമ്മൾ ഇതൊക്കെ ഉണ്ടാവില്ലേ, എയർ പൊല്യൂഷൻ കുറിച്ച് നമ്മുടെ സ്മോക്കൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതെല്ലാം നമ്മുടെ ഈ സ്ലോട്ടർ ഹൗസിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീറ്റിനെ കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം അതർ ബിൽഡിങ്സ് നമ്മൾ നോക്കണം. പിന്നെ ഒന്ന് നോക്കേണ്ടതാണ് ആക്സസിബിലിറ്റി അല്ലേ. മീറ്റിന് നമുക്ക് ചിലപ്പോൾ ഫാമിൽ നിന്ന് ഓർഗാനിസത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതായിരിക്കാം നമ്മുടെ ഈ സ്ലോട്ടർ ഹൗസിലേക്ക്. അല്ലെങ്കിൽ എന്താണ്, ഇവിടെ നിന്ന് നമ്മൾ പ്രോസസ്സ് ചെയ്ത മീറ്റിന് നമുക്ക് പുറത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ആക്സസിബിലിറ്റി വേണം. ആക്സസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് റോഡ് വേസും വേണം, അതുപോലെ തന്നെ നല്ല റെയിൽവേസും വേണം. അപ്പോൾ നമ്മൾ ഏതൊരു ഇൻഡസ്ട്രി ആയാലും, ഒരു കുഞ്ഞ് ഇൻഡസ്ട്രി ആയാലും, നമ്മളിപ്പോൾ ഈവൻ വീട് നോക്കുകയാണെങ്കിൽ നമ്മളതൊക്കെ നോക്കാറില്ല ആക്സസിബിലിറ്റി. അപ്പോൾ ഇവിടെ എന്തൊക്കെ വേണം? നമുക്ക് റോഡ് ആക്സസിബിലിറ്റി വേണം, അതുപോലെ തന്നെ മാൻ പവർ വേണം ഇവിടെ അല്ലേ. അവിടെ ആൾക്കാരില്ലെങ്കിലോ, അത്രയൊന്നും റെസിഡൻഷ്യൽ അല്ലാത്ത ഒരു ഏരിയയിലാണ് നമ്മൾ കൊണ്ടുവെക്കുന്നതെങ്കിൽ അവിടെ ആൾക്കാരും കൂടി വേണം. മാൻ പവർ, സ്കിൽഡ് മാൻ പവർ വേണം, റോഡ് വേണം, റെയിൽ വേണം. പിന്നെ എന്ത് വേണം? വാട്ടർ വേണം അല്ലേ. വാട്ടർ സപ്ലൈ വേണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രിങ്കിങ് ആയിട്ടുള്ള പോർട്ടബിൾ വാട്ടറും വേണം, അതുപോലെ തന്നെ നോൺ പോർട്ടബിൾ ആയിട്ടുള്ള വാട്ടറും വേണം. പോർട്ടബിൾ വാട്ടർ എന്തിനാണ്? നമുക്കും വേണം, അതുപോലെ തന്നെ നമ്മളവിടെ ഗ്രോ ചെയ്യുന്നുള്ള ആനിമൽസിനും വേണ്ടി വരും. അതുപോലെ തന്നെ നോൺ പോർട്ടബിൾ എന്തിനായിട്ടാണ്? അവിടെ ക്ലീനിങ്ങിന് വേണം. നമ്മളിപ്പോൾ സ്ലോട്ടറിങ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പല പ്രോസസ്സിന് വേണ്ടിയിട്ട് നമുക്ക് എന്താവശ്യം വരാറുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന വാട്ടർ ആവശ്യം വരാറുണ്ട്. പിന്നെ ചില പ്രോസസ്സിന് നമ്മൾ സ്റ്റീമിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ആനിമൽസിൻ്റെ മീറ്റ് എടുത്ത് സ്റ്റീമിങ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അവിടെ കൊണ്ടുവരുന്ന വെഹിക്കിളിൻ്റെ വാഷിങ് ചെയ്യണം നമുക്ക്. അവിടുത്തെ ഏരിയ മൊത്തം നമുക്ക് വാഷ് ചെയ്യണം. പിന്നെ ചില്ലിങ് ഉണ്ടാവാറുണ്ട്, എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വാഷിങ്ങിനൊക്കെ ആയിട്ട് നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ള, നോൺ പോർട്ടബിൾ ആയിട്ടുള്ള വാട്ടർ വേണം. പിന്നെ എന്ത് വേണം? ഇലക്ട്രിസിറ്റി വേണം അല്ലേ. വാട്ടർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഇലക്ട്രിസിറ്റി. ഇപ്പോൾ നമ്മൾ പറഞ്ഞ റെഫ്രിജറേറ്റിംഗ് അല്ലേ, റെഫ്രിജറേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ
പിന്നെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, പിന്നെ പല എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിസിറ്റി ആവശ്യമായിരിക്കും. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യങ്ങൾ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആവശ്യമാണ്. പിന്നെ വേസ്റ്റ് ഡിസ്പോസലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ. വേസ്റ്റ് അവിടെ കെട്ടിക്കിടക്കാൻ പാടുണ്ടോ? ഇല്ല. അത് നമ്മുടെ അവിടെയുള്ള ആനിമൽസിനെയും അതുപോലെ തന്നെ അവിടെ പ്രോസസ്സ് ചെയ്യുന്ന മീറ്റിനെയും കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സോളിഡ് വേസ്റ്റ് ആയാലും ലിക്വിഡ് വേസ്റ്റ് ആയാലും രണ്ടിനെയായാലും നമുക്ക് കറക്റ്റ് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ഒരു സൈറ്റ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ജിയോളജിക്കൽ സ്ട്രക്ചർ എന്ന് പറയും. അതായത് ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലം, അതായത് പുഴയുടെ അടുത്തൊക്കെ വെച്ചിട്ട് ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. പുഴയുടെ അടുത്ത് അങ്ങനെയൊക്കെ സ്ലോപ്പിലൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. സ്ലോപ്പിൽ ചെയ്യാം. എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ പെട്ടെന്ന് കയറുന്ന സ്ഥലങ്ങളുണ്ടാവില്ലേ, അപ്പോൾ ഫ്ലഡ് അതുപോലുള്ള കണ്ടീഷൻസൊക്കെ മഴക്കാലത്ത് അങ്ങനെയൊന്നും വരാൻ പാടില്ല. അത് കുറച്ച് അവിടെയുള്ള വാട്ടറൊക്കെ ഒഴുകി പോകാനുള്ള അങ്ങനെയുള്ള ഒരു സാഹചര്യമുള്ള ഒരു കുറച്ച് ഉയരത്തിലൊക്കെ ഉള്ള ഒരു സ്ഥലത്തായിരിക്കണം. അതാണ് ജിയോളജിക്കൽ സ്ട്രക്ചർ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്, ജിയോളജിക്കൽ സ്ട്രക്ചർ. പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലീജിയസ് കൺസിഡറേഷൻ ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മളൊരു സ്ലോട്ടർ ഹൗസ് തുടങ്ങുകയാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ വെജിറ്റേറിയൻസ് ഉണ്ടാവും, കുറച്ച് ആൾക്കാർ നോൺ വെജിറ്റേറിയൻസ് ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ആ സ്ഥലത്തൊന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നോൺ വെജിറ്റേറിയൻസിൽ തന്നെ ചിലർ പിഗിനെ കൺസ്യൂം ചെയ്യില്ലല്ലോ, ചിലവർ ബീഫ് കഴിക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ട് വേണം ആ ഒരു സ്ഥലത്ത്, ഇല്ലെങ്കിൽ നമുക്ക് നല്ല എതിർപ്പായിരിക്കും അല്ലേ. അങ്ങനെ ഒരു എതിർപ്പോട് കൂടി നമ്മളൊരു സാധനം തുടങ്ങിയിട്ട് വിജയിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാണ്ട് അവരെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതാണ് റിലീജിയസ് കൺസിഡറേഷൻ. പിന്നെയുള്ളതാണ് പെർമിഷൻ. ഇപ്പോൾ നമ്മൾ സാധാരണ ഓരോ സാധനങ്ങളൊക്കെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് NOC ഒക്കെ വേണ്ടി വരാറില്ലേ, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ. അപ്പോൾ അത് ഇവിടെയും ആവശ്യമാണ്. പ്രധാനമായിട്ടും എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ചെയ്യണം. ഇതൊരു സ്റ്റഡിയാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു സ്ലോട്ടർ ഹൗസ് അവിടെ വരികയാണ്, ഇവിടെ ഒരു സ്ലോട്ടർ ഹൗസ് വരികയാണ്. ഈ സ്ലോട്ടർ ഹൗസ് ഇവിടെ വന്നാൽ എയറിന് എന്തൊക്കെ പ്രശ്നം വരും, സോയിലിന് എന്തൊക്കെ പ്രശ്നം വരും, വാട്ടറിന് എന്തൊക്കെ പ്രശ്നം വരും എന്നൊക്കെ എൻവയോൺമെൻറ്റൽ എക്സ്പേർട്സ് സ്റ്റഡി ചെയ്യും. അങ്ങനെ സ്റ്റഡി ചെയ്തിട്ട് അവരൊരു റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിപ്പോർട്ടിനകത്ത് നമ്മുടെ ചിലപ്പോൾ നമ്മളത് പാസ്സാവാം, ചിലപ്പോൾ അവർ പറയും ഇല്ല ഇതൊരിക്കലും നടക്കില്ല എന്ന് പറയും. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, അതായത് എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് നമ്മുടെ എൻവയോൺമെൻറ്റിന് ഉണ്ടാവുക എന്നവർ ചെയ്യാണ്. സോ ഇറ്റ് ഈസ് ദ ഇൻഫർമേഷൻ അബൌട്ട് എൻവയോൺമെൻറ്റൽ എഫക്ട്സ് ഓഫ് പ്രോജക്റ്റ് ഈസ് ക്യാരിഡ് ഔട്ട്. അങ്ങനെ ചെയ്തിട്ട് അവർ എൻവയോൺമെൻറ്റൽ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിടും. ഇപ്പോൾ നമ്മൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്നൊക്കെ കേൾക്കാറില്ലേ, നമ്മുടെ വെസ്റ്റേൺ ഗഡ്സിൻ്റെ ഗാഡ്ഗിൽ റിപ്പോർട്ട്, അതുപോലെ തന്നെ കസ്തൂരി രംഗൻ റിപ്പോർട്ട് അങ്ങനെ നമ്മൾ പലതും കേട്ടിട്ടില്ല. അതൊക്കെ ഈ ഓരോരോ EIA സ്റ്റഡി ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ അത്രയും ഇത് ഏതൊരു ഇൻഡസ്ട്രി തുടങ്ങുകയാണെങ്കിലും നമ്മൾ EIAൻ്റെ സ്റ്റഡി ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം ഒന്ന് നോക്കി വെച്ചോളൂ, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് ഇത്രയും നേരം നമ്മൾ എന്താ പറഞ്ഞത്, നമ്മളൊരു സ്ലോട്ടർ ഹൗസ് തുടങ്ങുകയാണ്. അപ്പോൾ സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം മറ്റുള്ള ബിൽഡിങ്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നോക്കും അല്ലേ. റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻ്റ് ആയിരിക്കണം, ഇൻഡസ്ട്രീസിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് ആയിരിക്കണം. അതുപോലുള്ള ഒരു സ്ഥലമാണ് നമുക്ക് വേണ്ടത്. പിന്നെ ആക്സസിബിലിറ്റി, റോഡ് വേണം, റെയിൽ വേണം, അതുപോലെ തന്നെ മാൻ പവർ വേണം. ഇതുപോലുള്ള ആക്സസിബിലിറ്റി ഉള്ള സ്ഥലത്തല്ലേ നമ്മൾ സാധാരണ എന്തെങ്കിലും കൊണ്ടുവെക്കുള്ളൂ, അങ്ങനെ തന്നെ ആലോചിച്ചാൽ മതി. പിന്നെ വാട്ടർ വേണം. ഈ വാട്ടർ എന്ന് പറയുമ്പോൾ പോർട്ടബിൾ അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ അതും വേണം, അതുപോലെ തന്നെ നോൺ പോർട്ടബിൾ ആയിട്ടുള്ള വാട്ടറും വേണം. എന്തുകൊണ്ടാണ് നമുക്കിത് രണ്ടും വേണ്ടത് നമുക്കറിയാമല്ലോ. പോർട്ടബിൾ നമുക്ക് കുടിക്കാൻ വേണം, അവിടെ വർക്കേഴ്സിനായാലും അതുപോലെ തന്നെ അവിടെ ഗ്രോ ചെയ്യുന്ന ആനിമൽസിനായാലും അവർക്ക് വാട്ടർ ആവശ്യമാണ്. പിന്നെ നോൺ പോർട്ടബിളോ അവിടുത്തെ എല്ലാ പ്രോസസ്സിങ്ങിനും വേണ്ടിയിട്ട് നമുക്കിത് ആവശ്യം വരാറുണ്ട്. അവിടെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ സ്റ്റീമിങ് പല പ്രോസസ്സസ് ഉണ്ടാവാം, അതിനൊക്കെ ക്ലീനിങ് അതുപോലെയുള്ളതൊക്കെ എന്ത് വേണം, നോൺ പോർട്ടബിൾ വാട്ടർ വേണം. പിന്നെ എന്താണ് ഇലക്ട്രിസിറ്റി എന്താണ് മെയിനായിട്ട് അവിടുത്തെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ റൺ ചെയ്യാൻ വേണ്ടി ഇലക്ട്രിസിറ്റി വേണം. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് റെഫ്രിജറേഷൻ അല്ലേ, നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യണമെങ്കിൽ കോൾഡ് സ്റ്റോറേജിൽ റെഫ്രിജറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കവിടെ ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. പിന്നെ വേസ്റ്റ് ഡിസ്പോസ്മെൻറ്റിൽ അത് സോളിഡ് ആയാലും ലിക്വിഡ് ആയാലും രണ്ട് തരത്തിലുള്ള വേസ്റ്റ് ആയാലും നമുക്ക് ഡിസ്പോസ് ചെയ്യണം. ഇല്ലെങ്കിൽ അവിടെ ഒരുപാട് ഫ്ലൈസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും, ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ റോഡൻസ് എലിയുടെ ഒക്കെ ശല്യം ഉണ്ടാവും. ഇതൊക്കെ കൊണ്ട് നമുക്ക് വേസ്റ്റ് ഡിസ്പോസൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ജിയോളജിക്കൽ സ്ട്രക്ചർ എന്താ പറഞ്ഞാൽ ഫ്ലഡിങ് ഉണ്ടാവുന്ന സ്ഥലത്തൊന്നും വരാൻ പാടില്ല, അതൊക്കെ ഇല്ലാത്ത സ്ഥലം നോക്കി നമ്മൾ സെലക്ട് ചെയ്യാം. പിന്നെ റിലീജിയസ് കൺസിഡറേഷൻ, അതായത് വെജിറ്റേറിയൻസ് നോൺ വെജിറ്റേറിയൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്മ്യൂണിറ്റി നമ്മുടെ ചുറ്റുപാടുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ചില നോൺ വെജിറ്റേറിയൻസ് ഓരോ ടൈപ്പ് മീറ്റ് കഴിക്കില്ല. അപ്പോൾ അവരൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മളൊരു സാധനം തുടങ്ങാൻ. പിന്നെ പെർമിഷൻ എന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞില്ല അല്ലേ, എവിടെ നിന്നൊക്കെ നമുക്ക് പെർമിഷൻ വേണം, ചിലപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റീസിൽ നിന്ന് പെർമിഷൻ വേണ്ടി വരും. അതുപോലെ തന്നെ പിന്നെ എവിടെ നിന്നാണ് വേണ്ടി വരിക, നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന്. അതായത് നമുക്ക് ഒരു പ്രശ്നങ്ങൾ നമ്മുടെ സാധനങ്ങൾ നമ്മുടെ
എൻവയോൺമെൻറ്റിനെ പൊല്യൂട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു സാധനം വേണ്ടി വരും. അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വേണം, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് വേണം, പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്, അങ്ങനെ പല അതോറിറ്റീസിൽ നിന്ന് നമുക്ക് എന്ത് വേണം, ഈ പെർമിഷൻ വേണം. ഇതൊക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് അവിടെ ഇത് തുടങ്ങാൻ പറ്റുള്ളൂ, ഇത് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് സൈറ്റ് സെലക്ഷൻ ക്രൈറ്റീരിയക്കകത്ത് വരുന്നുള്ളത്. ഇനിയും ചില ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഏരിയ സൈസ് നമ്മൾ നോക്കണം. എന്ത് നോക്കണം? ഏരിയ സൈസ് നോക്കണം. നല്ലൊരു വലിയ ലാർജ് ഏരിയ ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരുപാട് റൂംസൊക്കെ ഉള്ള ഒരു ബിൽഡിംഗ് ആയിരിക്കും നമുക്ക് ആവശ്യമായിട്ട് വരിക. പിന്നെ അതുപോലെ തന്നെ അവിടെ നമുക്ക് മീറ്റ് കൊണ്ടുപോകാനുള്ള ഒരു റോഡ് വേണം, ആനിമൽസിനെ കൊണ്ടുവരുന്നുള്ള ഒരു റോഡ് വേണം. പിന്നെ അവിടെ ട്രാഫിക് ഒന്നും ഉണ്ടാവാൻ പാടില്ല, അങ്ങനത്തെ ഒരു ഏരിയ ആയിരിക്കണം. അപ്പോൾ അത് റോഡ് സൈഡ് തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? ട്രാഫിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് ഇതുപോലുള്ള കുറച്ച് ട്രാഫിക് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലം നോക്കി എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വെഹിക്കിൾസിൻ്റെ ഒക്കെ പാർക്കിംഗ് നമുക്ക് ആവശ്യമായിരിക്കും, അല്ല? ഇപ്പോൾ നമ്മൾ ഒരു മീറ്റ് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചു. അപ്പോൾ അടുത്തൊരു വാഹനം വന്നാൽ ഇത് ആനിമൽസിനെ കൊണ്ടുവരുന്നു, അങ്ങനെ ഒരുപാട് 2-3 വാഹനം വന്നാൽ അവിടെ പാർക്കിങ്ങിൻ്റെ നമുക്ക് ആവശ്യം വരും. പിന്നെ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, ഈ ആനിമൽസിന് നമ്മൾ അതായത് ഇപ്പോൾ ആദ്യം കൊണ്ടുവന്ന ആനിമൽസിന് നമ്മൾ ഒരു റെസ്റ്റിംഗ് റൂം ഉണ്ട് കേട്ടോ, റെസ്റ്റിംഗ് റൂം ഉണ്ട്, അവിടെ വെക്കും. അതിനാണ് നമ്മൾ ലൈറേജ് റൂം എന്ന് പറയാം. പഠിച്ചു നോക്കണേ, ലൈറേജ് റൂം. ഇത് നമ്മൾ ലേ ഔട്ടിൽ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും കേട്ടോ. അപ്പോൾ ലൈറേജ് റൂം അവർക്ക് ആവശ്യമാണ്. പിന്നെ ഈ പറയുന്ന മീറ്റിനെ കട്ട് ചെയ്യുന്നുള്ള ഒരു റൂം ആവശ്യമാണ്. പിന്നെ കട്ട് ചെയ്തിട്ട് അതിനെ ക്ലീൻ ചെയ്യുന്നുള്ള മറ്റൊരു റൂം ആവശ്യമാണ്. പിന്നെ സ്റ്റോറേജിന് ഒരു റൂം ആവശ്യമാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഇതുവരെ എന്താ പറഞ്ഞത്, ട്രാഫിക്, വണ്ടികൾ പാർക്ക് ചെയ്യാൻ സ്ഥലം വേണം, നല്ല റോഡ് വേണം, അത്രയ്ക്കുള്ള ഒരു ഏരിയ ആയിരിക്കണം നമുക്ക് വേണ്ടത്. പിന്നെ ഈ നമ്മുടെ ആദ്യം നമ്മൾ റിസപ്ഷൻ ഉണ്ട്. റിസപ്ഷൻ എന്ന് പറയുമ്പോൾ ഈ ആനിമൽസിനെ നമ്മൾ കൊണ്ടുവന്നു, അതിനെ റിസപ്ഷനിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ സാധാരണ ഹോട്ടലിലൊക്കെ റിസപ്ഷൻ ഉണ്ടാവാറില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ റിസപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമ്മുടെ ആനിമൽസിന് ലൈറേജ് റൂമുണ്ട്. ലൈറേജ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിംഗ് റൂം. അതിനുശേഷം അതിനെ കട്ട് ചെയ്യുന്ന ഒരു റൂമുണ്ട്, ക്ലീൻ ചെയ്യുന്ന ഒരു റൂമുണ്ട്, സ്റ്റോറേജ് റൂമുണ്ട്. ഈ സ്റ്റോറേജ് തന്നെ പലതരം. ഇപ്പോൾ നമ്മുടെ ആനിമലിൻ്റെ സ്കിൻ ഒരു സ്ഥലത്താണ് സ്റ്റോർ ചെയ്യുക, ഫാറ്റ് ഒരു സ്ഥലത്താണ് സ്റ്റോർ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പിഗിൻ്റെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഹെയർ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യും. അങ്ങനെ ഓരോ പാർട്ടിനും ഹെഡ് വേറെ കീപ്പ് ചെയ്യും. അങ്ങനെ ഓരോ പാർട്ടും കീപ്പ് ചെയ്യുന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ടാണ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊക്കെ സെപ്പറേറ്റായിട്ടുള്ള റൂമും നമുക്ക് ആവശ്യമായിരിക്കും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൊണ്ടുവന്നതിനകത്ത് ഏതെങ്കിലും സിക്ക് ആനിമൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേറെ വേണം. ഇനി അഥവാ നമ്മളിപ്പോൾ ആൻറ്റിമോർട്ടം പോസ്റ്റ്മോർട്ടം എന്നൊക്കെ നിങ്ങൾ സിലബസിനകത്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ആൻറ്റിമോർട്ടം പോസ്റ്റ്മോർട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൻറ്റിമോർട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ, സ്ലോട്ടറിങ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പരിശോധിക്കുന്നതിനാണ് ആൻറ്റിമോർട്ടം. പോസ്റ്റ്മോർട്ടം നമ്മളറിയാലോ എന്താണ്, ഇത് സ്ലോട്ടറിങ് കഴിഞ്ഞതിന് ശേഷം പരിശോധിക്കുന്നതിനാണ് പോസ്റ്റ്മോർട്ടം എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ആൻറ്റിമോർട്ടം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനിക്കും നമുക്ക് ഈ പറയുന്ന ഓർഗാനിസത്തിന്, ആനിമലിനെ നമുക്ക് വേണ്ട അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂമിലോട്ട് മാറ്റണം. ഇനി ഈ ഓർഗാനിസം വേണമെന്ന് പറയുന്നതിനെ പറ്റതിലേക്ക് മാറ്റണം. ഇനി ഇതിന് ചില ഡിസീസ് കണ്ടീഷൻ ഉണ്ട്, സിക്കാണെന്ന് പറയുന്നതിനെ നമ്മളതിനെ തിരിച്ചു മാറ്റണം. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈപ്പിലുള്ള റൂമായില്ലേ. ഇനി അതുകൂടാണ്ട് ചില്ലിങ്, റെഫ്രിജറേഷൻ, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് അതിനൊക്കെ സെപ്പറേറ്റ് ഏരിയ വേണം. അതുകൂടാണ്ട് റെഫ്രിജറേഷന് വേണ്ടിയിട്ട് ഒരു റൂം വേണ്ടി വരും, നല്ലൊരു ഏരിയ തന്നെ അതിനാവശ്യമായിട്ട് വരും. പിന്നെ പിന്നെ നമ്മുടെ വർക്കേഴ്സിനും നല്ലൊരു ഏരിയ ആവശ്യമല്ലേ. ഈ വർക്കേഴ്സിൻ്റെ തന്നെ അവരുടെ തന്നെ വാഷ്റൂം, ടോയ്ലറ്റ് പോലുള്ള അവരുടെ സൗകര്യങ്ങൾ, വാഷ് ബേസിൻസ്, പിന്നെ അവർക്ക് ചേഞ്ചിങ് റൂം, അവർക്ക് ഡ്രസ്സിങ് റൂം, അതുപോലെ അവർക്കും ഒരു ഏരിയ അവർക്കായിട്ടും ആവശ്യമാണ്. മനസ്സിലായല്ലോ? പിന്നെ വെറ്ററിനറി ഇൻസ്പെക്ഷൻസ് ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലുള്ള നല്ലൊരു ഫെസിലിറ്റി അവിടെ ഒരുക്കി കൊടുത്തിരിക്കണം. പിന്നെ നമ്മൾ പറയാൻ വിട്ടതാണ്, വെന്റിലേഷനൊക്കെ വേണം കേട്ടോ. നല്ല വെന്റിലേഷനുള്ള ഒരു സ്ഥലത്തായിരിക്കണം നമ്മളിത് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിനെക്കുറിച്ച് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെ മനസ്സിലായി? നല്ലൊരു ഏരിയ വേണം. ഏരിയനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഏരിയ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞാൽ നല്ലൊരു ഏരിയ അല്ലേ, അതിനകത്ത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ വേണം. മീറ്റിനെ കട്ട് ചെയ്യുന്നത്, മീറ്റിൻ്റെ ഓരോ പ്രോസസ്സിങ്ങിനും ഓരോ റൂമാണ് നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ മീറ്റിനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് വരും. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്കിന്ന്, ഹെയർ ഇതൊക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് റൂമിലേക്കാണ് സോർട്ട് ചെയ്ത് വെക്കുക. കാരണം എന്ന് വെച്ചാൽ ഇതിനൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേസ്റ്റിന് നമ്മൾ വേറെ,
മാന്യൂറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വേസ്റ്റ് ഉണ്ടാവില്ലേ, അപ്പോൾ നമ്മൾ ഒന്നിനും യൂസ് ചെയ്യാത്ത വേസ്റ്റിനൊക്കെ നമ്മൾ വേറെ വെക്കണം. അപ്പോൾ അതിനൊക്കെ സെപ്പറേറ്റ് റൂംസ് ആവശ്യമാണ്. അത് നമ്മൾ ലേഔട്ടിൽ പഠിക്കും കേട്ടോ. പിന്നെ എന്താ ഞാൻ പറഞ്ഞത്, പിന്നെ നമ്മൾ ആൻറ്റിമോർട്ടം പോസ്റ്റ്മോർട്ടം. ആൻറ്റിമോർട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലോട്ടർ ചെയ്യുന്നതിന് മുന്നേ എന്നിട്ട് നമ്മൾ വേണ്ടാത്ത ഓർഗാനിസത്തിന് വേറെ റൂമിലോട്ട് മാറ്റും, സിക്കായിട്ടുള്ളതിനെ വേറെ ഒന്നിലോട്ട് മാറ്റും. ഇനി നമ്മൾ കട്ട് ചെയ്യാം, അത് ഓക്കെ ആണെന്ന് പറയുന്ന ആനിമൽസിനെ വേറെയിലോട്ട് മാറ്റും. പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാറുണ്ട്, അതായത് ഈ നമ്മൾ മീറ്റിനെ സ്ലോട്ടറിങ് കഴിഞ്ഞതിന് ശേഷം, ആനിമലിൻ്റെ സ്ലോട്ടറിങ് കഴിഞ്ഞതിന് ശേഷം വേറൊരു ഇതുണ്ട്. അങ്ങനെ പലതരം പ്രോസസ്സ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇത് ഓരോന്നും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് ക്ലാസ് അല്ലേ. പിന്നെ എന്താ പറഞ്ഞത്, ചില്ലിങ്, റെഫ്രിജറേഷന് വേണ്ടി ഒരു ഇത് വേണം, വർക്കേഴ്സിന് ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏരിയൻ്റെ കേസിൽ നമ്മൾ നോക്കാനുള്ളത്. ഓക്കെ, വലിയൊരു ഏരിയ തന്നെ ഇതിനാവശ്യമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ വലിയ ഏരിയ പറയണം എന്നതാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതൊക്കെ നമുക്ക് എന്താണ് ഇപ്പോൾ സിമ്പിളായിട്ടാണ് തോന്നുന്നത്, പക്ഷേ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ സമയമാകുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരണം. അപ്പോൾ അത്രയാണ് ഏരിയനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് പറയാനുണ്ടായിരുന്നത്. ഇനി വാട്ടറിനെ കുറിച്ച് പറയുമ്പോൾ, വാട്ടർ നമ്മൾ പറഞ്ഞല്ലോ എന്താണ്, പോർട്ടബിൾ വാട്ടറും വേണം, അതുപോലെ തന്നെ നോൺ പോർട്ടബിൾ ആയിട്ടുള്ള വാട്ടറും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. എന്തിനാന്ന് പറഞ്ഞല്ലോ, പോർട്ടബിളും നോൺ പോർട്ടബിളിൻ്റെ ആവശ്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ എപ്പോഴും എന്ത് വേണം, ഹോട്ട് വാട്ടറും വേണം, കോൾഡ് വാട്ടറും വേണം. എന്താണ്, ഹോട്ട് വാട്ടർ ആവശ്യമാണ്, കോൾഡ് വാട്ടറും ആവശ്യമാണ്. വാഷിങ്ങിൻ്റെ പർപ്പസിനായാലും എക്യുപ്മെൻറ്റിൻ്റെ പർപ്പസിനായാലും ഒക്കെ നമുക്ക് എന്തിനാണ്, ഇത് ആവശ്യമാണ്. പിന്നെ ഒരു വാട്ടർ സ്റ്റോറേജ് ടാങ്ക് വേണം, അപ്പോൾ അതിനും ഏരിയ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ വാട്ടർ സ്റ്റോറേജ് ടാങ്ക് നമുക്ക് ആവശ്യമാണ്. ഈ വാട്ടർ സ്റ്റോറേജ് ടാങ്ക് എന്ന് പറയുന്നത് നമ്മൾ നല്ല വൃത്തിയിൽ കവർ ചെയ്തിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, വാട്ടർ കണ്ടാമിനേഷനൊന്നും ഇല്ലാണ്ട് നല്ല വാട്ടർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ അടുത്ത് വരുന്നതാണ് ഡ്രെയിനേജ്. നമ്മൾ പറഞ്ഞു എന്താണ്, വാട്ടറിൻ്റെയും ലിക്വിഡിൻ്റെയും ഡിസ്പോസൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സ്ലോട്ടർ ഹൗസിൻ്റെ ഫ്ലോർ എന്ന് പറയുന്നത് എന്തായിരിക്കും, എപ്പോഴും എന്തായിരിക്കും, വെറ്റായിരിക്കും അല്ലേ. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈസിലി ക്ലീൻ ചെയ്യാൻ പറ്റണം. ഈസിലി ക്ലീൻ ചെയ്യാൻ പറ്റുന്നുള്ള, അതായത് നോൺ അബ്സോർബൻ്റ് ആയിട്ടുള്ള ഫ്ലോർ ആയിരിക്കണം അവിടെ ആവശ്യമായിട്ട് വരുന്നത്. നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഉള്ള ഇപ്പോൾ ബ്ലഡും കാര്യങ്ങളൊക്കെ കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് എപ്പോഴും എന്താണ്, ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റണം നമുക്ക്. അങ്ങനത്തെ ഉള്ള ഫ്ലോർസ് ആയിരിക്കും അവിടെ ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ ലൈറ്റിങ്ങിൻ്റെ ബേസ് പറയുകയാണെങ്കിൽ നാച്ചുറൽ ലൈറ്റ് നമുക്ക് ആവശ്യമാണ്, ആർട്ടിഫിഷ്യലും നമുക്ക് ആവശ്യമാണ്. നാച്ചുറൽ നമുക്ക് ആവശ്യമാണ്, ആർട്ടിഫിഷ്യലും നമുക്ക് ആവശ്യമാണ്. നല്ല ലൈറ്റ് വേണം. ഇപ്പോൾ അവിടെ ഗ്രോ ചെയ്യുന്ന ആനിമൽസിനായാലും നല്ല ലൈറ്റ് വേണം, അതുപോലെ തന്നെ നമ്മുടെ പ്രോസസ്സിങ്ങിനായാലും നമുക്ക് നല്ല ലൈറ്റ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിന് 540 ലൈറ്റ് ഇൻറ്റൻസിറ്റീൻ്റെ യൂണിറ്റാണ് ലക്സ് കേട്ടോ. അപ്പോൾ 540 ലക്സ് ആണ് എന്താണ്, ഇൻസ്പെക്ഷൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ലൈറ്റ് ഇൻറ്റൻസിറ്റി. പിന്നെ വർക്ക് ഹൗസിലാണെങ്കിൽ 220 ലക്സ് ആണ്. പിന്നെ സാധാരണ 110 ലക്സ് ആണ്. അപ്പോൾ ലൈറ്റിങ്ങിൻ്റെ കേസിൽ മനസ്സിലായല്ലോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാളുണ്ടാവുമല്ലോ അല്ലേ, നമ്മുടെ ചുമര്, ആ ചുമരിൽ എന്ന് പറയുമ്പോൾ ഒരു 1.5 മീറ്റേഴ്സ് അവിടെ വെച്ചിട്ടാണ് എന്താണ്, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റിൽ ആർ യൂഷ്വലി ടേക്കൺ അറ്റ് ലെവൽസ് ഓഫ് 0.9 മീറ്റർ അല്ലെങ്കിൽ എന്താണ് 1.5 മീറ്ററിൽ വെച്ചിട്ടാണ് ലൈറ്റ് ഇൻറ്റൻസിറ്റി നമ്മൾ നോക്കാറുള്ളത്. ഓക്കെ, 1.5 മീറ്റർ അല്ലെങ്കിൽ 0.9 മീറ്റർ. ഈ 1.5 മീറ്റർ നമ്മൾ പൊതുവേ ഇൻസ്പെക്ഷൻ്റെ കേസിലാണ് പറയുന്നുള്ളത് കേട്ടോ. പിന്നെ എന്താണ് പറയാനുള്ളത്, അപ്പോൾ ലൈറ്റിംഗ് കഴിഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, വെൻറ്റിലേഷൻ ആവശ്യമാണ്. നല്ല വെൻറ്റിലേഷൻ ആവശ്യമാണ്. ഇല്ലെങ്കിൽ എന്താണ്, എയർബോൺ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ കണ്ടാമിനേഷൻ അവിടെ ഒരുപാട് നടക്കും. ഇതാകുമ്പോൾ നമുക്ക് ഓഫ് ഫ്ലേവേഴ്സും എല്ലാം അവിടെ മാറിക്കിട്ടും. പിന്നെ എന്താണ്, വെൻറ്റിലേഷൻ ഓൾസോ പ്രിവെൻറ്റ്സ് ദ അക്യുമുലേഷൻ ഓഫ് വാട്ടർ, ഡസ്റ്റ്, ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്തിട്ടാൻ പറ്റും. അതൊക്കെയാണ് വെൻറ്റിലേഷൻ്റെ യൂസ് എന്ന് പറയുന്നത്. പിന്നെ ഫ്ലോർ ഞാൻ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്, എപ്പോഴും നോൺ അഡ്സോർബൻ്റ് ആയിട്ടുള്ള, ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല, ഈസിലി ക്ലീൻ ആവുന്ന, ഈസിലി ഡ്രൈ ആവുന്നുള്ള ടൈപ്പ് എന്താണ് വേണ്ടത്, ഫ്ലോറാണ് വേണ്ടത്. നോൺ ടോക്സിക് ആയിരിക്കണം, നോൺ അഡ്സോർബൻ്റ് ആയിരിക്കണം. അതാണ് ഫ്ലോറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ വാൾസ് ഉണ്ടല്ലോ, വാൾസിൻ്റെ കേസ് ഞാൻ പറഞ്ഞില്ലേ, ആ വാൾസിൻ്റെ കേസ് എന്ന് പറയുന്നത് എത്രയാണ്, വാൾസിൻ്റെ കേസിലെന്ന് പറയുന്നത് നമ്മുടെ ഈ സ്ലോട്ടറിങ് ചെയ്യുമ്പോൾ അതിനകത്ത് ബ്ലഡും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്നുള്ള ടൈപ്പ് എന്താണ്, പെയിൻ്റാണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളത്. ഓക്കെ, വാഷബിൾ ആയിട്ടുള്ള പെയിൻറ്റ്സാണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ എന്താണ് നമ്മുടെ എന്താണ് പറയാനുള്ളത്,
നമ്മുടെ എക്യുപ്മെൻറ്റ്സിൻ്റെ കേസിലൊക്കെ നമ്മൾ നോൺ കൊറോഡബിൾ ആയിട്ടുള്ള സ്റ്റീൽ പോലുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ എക്യുപ്മെൻറ്റ്സിൻ്റെ കേസിലൊക്കെ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഡോർ എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഡോറൊന്നും അല്ല നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളത്. പ്ലാസ്റ്റിക്കിൻ്റെ ഡോറിലൊക്കെ സ്റ്റെയിനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഡോറും നമുക്ക് എപ്പോഴും ക്ലീൻ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ മീറ്റും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നല്ലൊരു തട്ടാനും മുട്ടാനൊന്നും പാടില്ല. അതുകൊണ്ട് ഒരു 1.5 മീറ്റർ വിഡ്ത്തൊക്കെ ഉള്ള ഒരു ഡോറായിരിക്കും എപ്പോഴും നല്ലതാവുക. പിന്നെ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുന്ന ഡോറാണെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ ഈ ഡോറിൻ്റെ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, ഉള്ളിലേക്ക് കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഗ്ലാസ് പാനൽ, അതുപോലെയുള്ള ഒന്ന് ഇവിടെയും ആവശ്യമാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പെസ്റ്റ് കൺട്രോൾ. പെസ്റ്റിനെ എപ്പോഴും നമ്മളിവിടെ കൺട്രോൾ ചെയ്യണം. ബേർഡ്സ്, മൈസ്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ, റാറ്റ്സ്, ഫ്ലൈസ്, കോക്രോച്ച്, ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മളെപ്പോഴും കൺട്രോൾ ചെയ്ത് വെക്കണം. ക്ലീൻലിനെസ് എപ്പോഴും ആവശ്യമാണ് നമ്മുടെ മീറ്റിനും അതുപോലെ തന്നെ ആനിമൽസിനും അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഇവർക്കൊക്കെ എപ്പോഴും നമ്മൾ എന്തായിരിക്കണം, ഹൈജീനോട് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല മീറ്റ്, നല്ല ഗുഡ് ക്വാളിറ്റി മീറ്റ് നമ്മുടെ മാർക്കറ്റിലോട്ട് ഇറക്കാൻ പറ്റുള്ളൂ. അത് കഴിക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ലാതെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനാണ് പറഞ്ഞത്. അപ്പോൾ വാട്ടറിൻ്റെ കേസിൽ നമ്മൾ എന്ത് പറഞ്ഞു, ഹോട്ട് വാട്ടർ വേണം, കോൾഡ് വാട്ടർ എന്നൊക്കെ പറഞ്ഞു. വാട്ടർ സ്റ്റോറേജ് ടാങ്ക് വേണമെന്ന് പറഞ്ഞു. ഡ്രെയിനേജിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, ലിക്വിഡ് വേസ്റ്റും സോളിഡ് വേസ്റ്റും ഒക്കെ നമ്മൾ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഫ്ലോറ് വെറ്റാവും എപ്പോഴും, അല്ല ബ്ലഡും അതൊക്കെ വന്ന് കൊണ്ട് അവിടെ വെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നോൺ അബ്സോർബൻ്റ് ആയിട്ടുള്ള ഫ്ലോർസ് ആയിരിക്കണം, ഈസിലി ക്ലീൻ ചെയ്യാൻ പറ്റണം. പിന്നെ നോൺ ടോക്സിക് ആയിട്ടുള്ള ഫ്ലോർസ് ആയിരിക്കണം. ലൈറ്റിങ്ങിൻ്റെ കേസ് നാച്ചുറലും വേണം, ആർട്ടിഫിഷ്യലും വേണം. നാച്ചുറൽ എന്ന് പറയുമ്പോൾ നാച്ചുറൽ ലൈറ്റ്, ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മളെപ്പോഴും ഒരു 0.9 മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്ററിൽ വെച്ചിട്ടാണ് നമ്മളത് അളക്കുക. അവിടെ ഇൻസ്പെക്ഷൻ്റെ സമയം, ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ ആൻറ്റിമോർട്ടം പോസ്റ്റ്മോർട്ടം നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിയാലേ നമ്മുടെ മീറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ മനസ്സിലാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻസ്പെക്ഷൻ്റെ കേസിൽ 540 ലക്സ് ആണ്, ലക്സ് ഓർത്ത് വെക്കുക. 220 ലക്സ് ആണ് വർക്കിംഗ് ഏരിയാസിൽ, 110 ലക്സ് ആണ് കോമൺ ആയിട്ടുള്ള പ്ലേസസിൽ വരിക. പിന്നെ നല്ല വെൻറ്റിലേഷനും വേണം. എന്തുകൊണ്ടാണ് വെൻറ്റിലേഷൻ വേണമെന്ന് പറയുന്നത്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതുപോലെ തന്നെ ഓഡേഴ്സ് അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പോകാൻ ഈ വെൻറ്റിലേഷൻ സാധിക്കും. അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ലോഡ് കുറക്കാനും ഈ വെൻറ്റിലേഷൻ കൊണ്ട് സാധിക്കും. പിന്നെ ഫ്ലോറിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഡോറും എപ്പോഴും അത്യാവശ്യം വലുതായിട്ടുള്ള ഒരു ഡോറായിരിക്കണം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് അവിടെ എവിടെയും ടച്ച് ചെയ്യാനൊന്നും പാടില്ല, അല്ലേ, കണ്ടാമിനേഷൻ വരാൻ പാടില്ല. പിന്നെ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുന്ന ഡോറാണെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ 1.5 മീറ്റർ വിഡ്ത്താണ് നമ്മൾ ഡോറിന് പറഞ്ഞത്. പിന്നെ ഇതുപോലൊരു ഗ്ലാസ് പാനൽ കൂടി നമ്മുടെ ഡോറിനുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ പെസ്റ്റ് നമുക്കറിയാം, കോക്രോച്ച്, ഇൻസെക്ട്സ്, ഫ്ലൈസ്, റോഡൻസ്, ബേർഡ്സ്, അങ്ങനെ പലതരത്തിലുള്ള പെസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മുടെ മീറ്റിലേക്ക് എത്താതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. എപ്പോഴും നല്ല ഹൈജീനോട് കൂടി, നല്ല ക്ലെൻലിനെസ്സോട് കൂടിയാണ് നമ്മൾ വെക്കേണ്ടത്. പിന്നെ വാളിൻ്റെ കേസിൽ എന്താ പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഇങ്ങനത്തെ പെയിൻ്റ് ഉണ്ടല്ലോ, വാഷബിളായിട്ടുള്ള പെയിൻറ്റ്സ്, അങ്ങനത്തെ പെയിൻറ്റ്സാണ് നമ്മൾ ഈ ബ്ലഡൊക്കെ വന്ന് പതിക്കുന്ന സ്ഥലത്ത് നമ്മൾ അടിച്ചു വെക്കേണ്ടത്. അതാകുമ്പോൾ നമുക്ക് വാൾസും ക്ലീൻ ചെയ്യാം. എപ്പോഴും നല്ല വൃത്തിയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം നമ്മുടെ സ്ലോട്ടർ ഹൗസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ മാനുവറിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂം വെച്ചിട്ടുണ്ട്. ആ റൂമിലോട്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മാനുവറിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോന്നിനെയും സോർട്ട് ചെയ്ത് അത്രയ്ക്കും നല്ലൊരു രീതിയിലാണ് ഇതൊക്കെ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ സ്റ്റാൻഡേർഡൈസേഷനെ കുറിച്ച് പഠിച്ചു വെക്കാനുള്ളത്. ഇനി ഇതിൻ്റെ ലേ ഔട്ടാണ് വരിക. അതായത് ഫസ്റ്റ് നമ്മുടെ ആനിമൽസിനെ കൊണ്ടുവന്ന് റിസപ്ഷനിലേക്ക് കൊണ്ടുവരുന്നു. അവിടുന്ന് നമ്മൾ അതിനെ ലെയറേജ്, അതിൻ്റെ റെസ്റ്റിംഗ് റൂമിൽ കൊണ്ടുവന്നു. എന്നിട്ട് അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ റൂമിൽ കൊണ്ടുപോകുന്നത് എവിടം വരെ, അതിൻ്റെ വേസ്റ്റ് എങ്ങനെ ട്രീറ്റ് ചെയ്യാം, അതുവരെ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് പഠിക്കാനുണ്ട്. അതാണ് ലേ ഔട്ടിൽ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് 20 മാർക്കിന് സിലബസ് കുറച്ച് കുഞ്ഞ് സിലബസ് അല്ലേ. അപ്പോൾ നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എളുപ്പത്തിലുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ബാക്കി ക്ലാസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം കേട്ടോ. സോ താങ്ക് യു.